പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. കാർമേഘം പോലെ നിന്റെ തിന്മകളെയും മൂടൽമഞ്ഞ് പോലെ നിന്റെ പാപങ്ങളെയും ഞാൻ തുടച്ചു നീക്കി. എന്നിലേക്ക് തിരിച്ചു വരിക, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും പരിപാലകനുമായ നല്ല ദൈവമേ, ഇന്നേ ദിനം അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു. എല്ലാ നന്മകളുടെയും ഉറവിടമായ അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും സുഹൃത്തുക്കളെയും എല്ലാ ഉപകാരികളെയും ബന്ധുമിത്രാദികളെയും ഞങ്ങളിതാ അങ്ങേക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദിവസവും നിരവധിയായ പാപങ്ങൾ ചെയ്ത് ഞങ്ങൾ അവിടുത്തെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല ദൈവമേ, ഞങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് ആത്മാർത്ഥമായി അനുതപിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ അനുരഞ്ജനത്തിന്റെ കൂദാശയിലും ഞങ്ങൾ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ അവിടുത്തെ അനന്തമായ സ്നേഹത്താൽ ഞങ്ങളുടെ പാപക്കടങ്ങളെ ഇളച്ചു തരുന്നതിനെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നല്ല ദൈവമേ, ഞങ്ങളെ വീണ്ടെടുത്ത് രക്ഷിക്കുവാൻ അവിടുത്തെ പുത്രനെ പാപപരിഹാര ബലിയായി നൽകിയ സ്നേഹത്തെ പ്രതി അങ്ങേക്ക് ആരാധന അർപ്പിക്കുന്നു. ദൈവമേ, ഒരിക്കലും അങ്ങയിൽ നിന്ന് അകന്നു പോകാതെ എന്നും അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുനാഥ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും പരിശുദ്ധ അമ്മ വഴി അങ്ങേക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഒപ്പം പല വിധത്തിലുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ മാതൃകരങ്ങൾ വഴി സമർപ്പിക്കുന്നു. എല്ലാ സഹോദരങ്ങളെയും ഈ പ്രത്യേകമായ പ്രാർത്ഥനയിലൂടെ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, എല്ലാവിധ നാശങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങളിൽ നിന്നും എല്ലാവരെയും സംരക്ഷിക്കണമേ. അറിഞ്ഞോ അറിയാതെയോ ദുഷ്ടാരൂപിയുടെ ഉപകരണങ്ങളായി മാറുന്ന എല്ലാവരെയും ഏറ്റെടുത്ത് അങ്ങയുടെ സ്നേഹത്തിന്റെ ഉപകരണങ്ങളാക്കി മാറ്റണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങളെല്ലാവരെയും വലിയ മാനസാന്തര അനുഭവം നൽകി അവിടുന്ന് വീണ്ടെടുക്കണമേ. അവിടുത്തെ തിരുഹൃദയത്തോട് ചേർത്ത് നിർത്തണമേ. സകരക്ഷകിയായ പരിശുദ്ധ കന്യകാമറിയമേ, ഞങ്ങൾക്ക് വേണ്ടിയും ലോകസമാധാനത്തിനു വേണ്ടിയും പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടിയും അമ്മ ഈശോയോട് പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, കന്യകാമറിയമേ, മനുഷ്യകുലം മുഴുവന്റെ മാതാവും മധ്യസ്ഥയും സഹായകവുമായ പരിശുദ്ധ മാതാവേ, മനുഷ്യന്റെ സംരക്ഷകയാകുവാൻ സഹായകമാകുവാൻ ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന അമ്മയെ ഞങ്ങൾ വണങ്ങുന്നു. ഞങ്ങളുടെ കുടുംബത്തിന്റെ മാതാവും സംരക്ഷകയുമായി ഇന്ന് ഞങ്ങൾ അമ്മയെ സ്വീകരിക്കുന്നു. പരിശുദ്ധ അമ്മേ, അമ്മയുടെ ശക്തമായ സംരക്ഷണത്തിൽ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിൽ നിന്നും, പ്രത്യേകിച്ച് പൈശാചിക ശക്തികളുടെ ഉപദ്രവങ്ങൾ, അഗ്നിബാധ, ജലപ്രളയം, ഇടിമിന്നൽ, കൊടുങ്കാറ്റ്, ഭൂമികുലുക്കം, വാഹനാപകടങ്ങൾ എന്നിവയിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും സംരക്ഷിച്ച് അമ്മയുടെ സ്നേഹത്തിന്റെ അങ്കിയാൽ പൊതിയണമേ. എൻ്റെ ഈ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരും അമ്മയുടെ സ്വന്തമായതുകൊണ്ട് എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും ശാരീരിക അസുഖങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ഏറ്റവും പ്രധാനമായി പാപം വർജിക്കുന്നതിനും എല്ലാ കാര്യത്തിലും ദൈവേഷ്ടം നിറവേറ്റിക്കൊണ്ട് ദൈവാനുഗ്രഹത്തിൽ ജീവിക്കുന്നതിനും എന്നേക്കുമായി അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ എല്ലാവർക്കുമായി അങ്ങേ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. ഓ പരിശുദ്ധ മറിയമേ, എൻ്റെ ഈ ഭവനത്തിൽ പാർക്കുന്ന എല്ലാവരെയും പരിപാലിക്കണമേ. ഞങ്ങൾ പുറത്ത് സഞ്ചരിക്കുമ്പോഴും തിരിച്ചു വരുമ്പോഴുമെല്ലാം ഞങ്ങളെ കാത്തുകൊള്ളുകയും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും മറ്റപകടങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. അമ്മേ, ഞങ്ങളെ എല്ലാ പാപ സാഹചര്യങ്ങളിൽ നിന്നും പരിരക്ഷിക്കണമേ. ഞങ്ങൾ ദൈവത്തെ സേവിച്ച് പ്രസാദവരത്തിൽ മരിക്കുവാനും മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊന്നിച്ച് സ്വർഗത്തിൽ നിത്യസൗഭാഗ്യം അനുഭവിക്കുവാനും ഇടവരുത്തണമേ. പരിശുദ്ധ മാതാവേ, എൻ്റെ ഭവനത്തിന്റെ നാഥിയായ പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടിയും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും നാഥയും സംരക്ഷകയുമായ പരിശുദ്ധ മാതാവേ, ഈ അഗാധമായ നിമിഷത്തിൽ ഞാൻ അമ്മയുടെ അടുക്കൽ വരുന്നു. വിനയത്തോടും വിശ്വാസത്തോടും കൂടി
എന്റെ ജീവിതത്തിൽ അമ്മയുടെ മാധ്യസ്ഥം ഞാൻ യാചിക്കുന്നു. അമ്മയുടെ മക്കളായ ഞങ്ങളെ കഷ്ടതകളിൽ സഹായിക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ കഷ്ടതകളിൽ, ദുരിതങ്ങളിൽ എപ്പോഴും സഹായിക്കുവാൻ തയ്യാറുള്ള നല്ല അമ്മയാണ് അവിടുന്ന് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ ദിവസവും അഭിമുഖീകരിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും, മറികടക്കാൻ കഴിയാത്ത പരീക്ഷണങ്ങളും, ഞങ്ങളുടെ ആത്മാവിനെ ദഹിപ്പിക്കുന്ന കഷ്ടപ്പാടുകളും അമ്മ അറിയുന്നുവല്ലോ. അസാധ്യകാര്യങ്ങളുടെ മാതാവേ, അമ്മയിലാണ് എൻ്റെ വിശ്വാസവും പ്രതീക്ഷയും ഞാൻ അർപ്പിച്ചിരിക്കുന്നത്. കാരണം അമ്മയുടെ സ്നേഹത്തിലും ശക്തിയിലും അമ്മയ്ക്ക് നേടാൻ കഴിയുന്നതിന് പരിധികളില്ലെന്ന് എനിക്കറിയാം. അന്ധകാരത്തിന്റെ നടുവിലെ പ്രത്യാശയുടെ ദീപസ്തംഭമായ പരിശുദ്ധ മാതാവേ, കൃപകളുടെയും സാന്ത്വനത്തിന്റെയും ഒഴിച്ചുകൂടാത്ത മറിയമേ, എൻ്റെ ഈ പ്രയാസകരമായ സമയത്ത് എൻ്റെ ഭവനത്തിന്റെ ഞങ്ങളുടെ അരികിലായിരിക്കണമേ. അമ്മയുടെ ജ്ഞാനത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. അമ്മയുടെ നന്മയാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അമ്മയുടെ സ്നേഹത്തിന്റെ മേലങ്കിയാൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. എന്നെയും എൻ്റെ കുടുംബത്തെയും പരിപാലിക്കുവാൻ പരിശുദ്ധ മാതാവേ, ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു. അമ്മയുടെ കൃപയും കാരുണ്യവും ഞങ്ങളെ സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും പാതയിലേക്ക് നയിക്കട്ടെ. പരിശുദ്ധാമ്മേ, ഞങ്ങളിൽ, ഞങ്ങളുടെ ഭവനങ്ങളിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിലനിർത്തണമേ. ഞങ്ങളുടെ എല്ലാ മേഖലകളിലും അമ്മയുടെ അനുഗ്രഹങ്ങൾ ചൊരിയണമേ. കൃപാസനം പ്രസാദവര മാതാവേ, നിരാശയുടെ നിമിഷത്തിൽ അമ്മ എൻ്റെ അപേക്ഷ കേൾക്കുമെന്നും എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്നും വിശ്വസിച്ചുകൊണ്ട് ഞാൻ എന്നെയും എൻ്റെ ഭവനത്തെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ഇതാ അമ്മയുടെ കാൽക്കൽ സമർപ്പിക്കുന്നു. അമ്മയുടെ കൈകളിൽ ഞാൻ എൻ്റെ സ്വപ്നങ്ങളും ഉത്കണ്ഠകളും പ്രതീക്ഷകളും സമർപ്പിക്കുന്നു. എൻ്റെ മുന്നിലുള്ള വെല്ലുവിളികളെ നേരിടുവാനുള്ള ധൈര്യവും, മറികടക്കാൻ കഴിയാത്തതായി തോന്നുന്ന പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുവാനുള്ള ശക്തിയും എനിക്ക് നൽകണമേ. ഓ അസാധ്യകാര്യങ്ങളുടെ മാതാവേ, അമ്മയുടെ പുത്രനായ യേശുക്രിസ്തുവിനോട് എനിക്കായി, എൻ്റെ ഭവനത്തിനായി മാധ്യസ്ഥം വഹിക്കണമേ. അങ്ങേ പുത്രൻ തന്റെ അനന്തമായ നന്മയിൽ ഞങ്ങളുടെ കാര്യത്തിന് അനുകൂലമായ അമ്മയുടെ വാക്കുകൾ ശ്രദ്ധിക്കുകയും ഞങ്ങൾക്ക് ആവശ്യമുള്ള കൃപ നൽകുകയും ചെയ്യട്ടെ. കൃപാസനം പ്രസാദവര മാതാവേ, എത്ര അസാധ്യമെന്ന് തോന്നിയാലും ഞാൻ അമ്മയുടെ മധ്യസ്ഥതയിൽ വിശ്വസിക്കുകയും അമ്മയിലൂടെ എല്ലാം സാധ്യമാണെന്ന് അറിയുകയും ചെയ്യുന്നു. എൻ്റെ ഹൃദയത്തിൽ ഞാൻ നന്ദിയോടെ അമ്മയെ സ്തുതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ മാതാവേ, ഞാൻ കണ്ടുമുട്ടുന്ന എല്ലാവരോടും അമ്മയുടെ നന്മയെ അറിയിക്കുവാൻ ഇടയാകട്ടെ. എൻ്റെ ജീവിതം അമ്മയുടെ സ്നേഹത്തിന്റെയും ശക്തിയുടെയും ജീവനുള്ള സാക്ഷ്യമാക്കി മാറ്റണമേ. അമ്മയുടെ സഹായത്താൽ ഞാൻ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുകയും സന്തോഷവും സംതൃപ്തിയും കൈവരിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. പരിശുദ്ധ മാതാവേ, അസാധ്യകാര്യങ്ങളുടെ അമ്മേ, ഈ നിമിഷത്തിൽ ഞാൻ അമ്മയോട് എൻ്റെ പ്രാർത്ഥനകൾ ഉയർത്തുന്നു. എൻ്റെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും അമ്മ ഉണ്ടെന്ന് എനിക്കറിയാം. അമ്മയുടെ സാന്നിധ്യം എൻ്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും എൻ്റെ അസ്വസ്ഥമായ ആത്മാവിന് ആശ്വാസം നൽകുകയും ചെയ്യട്ടെ. കൃപാസനം പ്രസാദവര മാതാവേ, അമ്മയുടെ സാന്നിധ്യം ഞങ്ങളുടെ ഭവനങ്ങളുടെ മേലുണ്ടാകണമേ. അമ്മയുടെ മാതൃഭാവത്തിൽ ഞങ്ങൾ ആശ്വാസം കണ്ടെത്തട്ടെ. കാരണം ഞങ്ങളെ അമ്മയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു. കൃപാസനം പ്രസാദവര മാതാവേ, ഞങ്ങളുടെ അഗാധമായ ആശങ്കകളെ കുറിച്ച് അമ്മ ശ്രദ്ധാലുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിശബ്ദതയിൽ ഞാൻ പൊഴിക്കുന്ന ഓരോ കണ്ണുനീരും, എൻ്റെ മനസ്സിനെ കീഴടക്കുന്ന എല്ലാ വേദനകളും അമ്മ അറിയുന്നുവല്ലോ. അമ്മയുടെ കൃപകൾ ഞങ്ങളിലേക്ക് അയക്കണമേ. എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന പ്രതിബന്ധങ്ങളെ മറികടക്കുവാൻ സഹായിക്കണമേ. പരിശുദ്ധ മാതാവേ, ഞാനും എൻ്റെ ഭവനത്തിലുള്ളവരും അഭിമുഖീകരിക്കുന്ന എല്ലാ വെല്ലുവിളികൾക്കും പ്രതിസന്ധികൾക്കും മുന്നിലും അമ്മയുടെ ശക്തമായ കരം നീട്ടണമേ. പരിശുദ്ധാമ്മേ, ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന എല്ലാ വെല്ലുവിളികൾക്കും മുന്നിൽ പലപ്പോഴും ദുർബലരും നിസ്സഹായരുമായി പോകുന്നു. പക്ഷേ അമ്മയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾക്ക് മുന്നോട്ടു പോകുവാനുള്ള ശക്തി ഉണ്ടാകട്ടെ. ഞങ്ങളുടെ ഇരുണ്ട രാത്രികളിൽ ഞങ്ങളുടെ വഴിതെളിക്കുന്ന ദീപസ്തംഭമാണ് അമ്മ. ഞങ്ങളെല്ലാവരെയും പ്രത്യാശയിലേക്ക് നയിക്കണമേ. ഞങ്ങളുടെ ചുവടുകളെ നീതിയിലേക്ക് നയിക്കണമേ. അസാധ്യമെന്ന് തോന്നുന്നവയെ പരിവർത്തനം ചെയ്യുവാൻ കഴിയുന്ന അമ്മയാണ് അവിടുന്ന്. പരിശുദ്ധ മാതാവേ, അമ്മയുടെ മധ്യസ്ഥതയിൽ ഞാൻ വിശ്വസിക്കുന്നു. അമ്മയുടെ മാതൃസ്നേഹത്താൽ ഞങ്ങളെ ആശ്ലേഷിക്കുകയും അമ്മയുടെ സംരക്ഷണ കവചത്തിൽ ഞങ്ങളെ പൊതിയുകയും ചെയ്യണമേ. കഷ്ടതകളെ അഭിമുഖീകരിക്കുവാൻ ആവശ്യമായ
ആന്തരിക സമാധാനവും ശാന്തതയും പ്രദാനം ചെയ്യണമേ. കൃപാസനം പ്രസാദപര മാതാവേ, അമ്മയുടെ ആർദ്രതയാൽ ഞങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുകയും ഞങ്ങളുടെ ആശങ്കകൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യണമേ. അമ്മയുടെ ദിവ്യപുത്രന്റെ ആശ്വാസവും കൃപകളും ഞങ്ങളിലേക്ക് അയക്കണമേ. അത്ഭുതങ്ങളുടെ മാതാവായ പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ കൃപകളും ആന്തരിക സൗഖ്യവും അടയാളവും ഞങ്ങളിലേക്ക് വർഷിക്കണമേ. അങ്ങേ പുത്രന്റെ കരുണയിലും ശക്തിയിലും അമ്മയുടെ ശബ്ദം കേൾക്കുകയും ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യട്ടെ. അമ്മയുടെ മധ്യസ്ഥത്തിൽ വിശ്വസിച്ച് ഞാൻ ആഗ്രഹിക്കുന്ന കൃപ അവിടുന്ന് എനിക്ക് നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, അമ്മയിലുള്ള വിനയത്തിന്റെയും ദൈവിക ഭക്തിയുടെയും ഈ നിമിഷത്തിൽ ഞാൻ എൻ്റെ ഭവനത്തെയും പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി അമ്മയുടെ കൈകളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ കൊടുങ്കാറ്റ് ശക്തമാകുമ്പോഴും ഞങ്ങൾ ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിക്കട്ടെ. പ്രാർത്ഥനയിലൂടെയും കീഴടങ്ങലിലൂടെയും ഞങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്നതിനെ മറികടക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കൃപാസനം പ്രസാദപര മാതാവേ, എൻ്റെ പ്രാർത്ഥനകൾ കേൾക്കണമേ. എപ്പോഴും ഞങ്ങളുടെ അരികിലായിരിക്കണമേ. അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ വിശ്വസിക്കുന്നു. അമ്മയുടെ സഹായത്തിൽ ഞങ്ങളുടെ പ്രയാസങ്ങളിൽ ഞങ്ങൾ വിജയം കൈവരിക്കുമെന്ന് ഞങ്ങൾക്കുറപ്പുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിലെ അമ്മയുടെ അത്ഭുതങ്ങൾക്ക് ഞങ്ങളെപ്പോഴും സാക്ഷികളാകുവാനിടയാകട്ടെ. ഞങ്ങളുടെ പാദം മുറിച്ചു കിടക്കുന്ന എല്ലാവരോടും നന്ദിയോടെ അമ്മയുടെ നന്മ പങ്കിടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഓ മഹത്വമുള്ള അമ്മേ, എന്റെ നിരന്തരമായ ഭക്തിയിൽ അമ്മയുടെ സ്നേഹനിർഭരമായ കരങ്ങളിൽ ഞാൻ അഭയം തേടുന്നു. എനിക്ക് വേണ്ടി ദൈവത്തോട് മാധ്യസ്ഥം വഹിക്കുവാനുള്ള അമ്മയുടെ മഹത്വവും ശക്തിയും ഞാൻ തിരിച്ചറിയുന്നു. അമ്മയുടെ മക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ഒരിക്കലും പരാജയപ്പെടാത്ത അമ്മയാണ് അവിടുന്ന്. അമ്മയുടെ മാതൃ സംരക്ഷണത്തിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. തരണം ചെയ്യാനാകാത്തതായി തോന്നുന്ന എല്ലാ പ്രതിസന്ധികളുടെയും നിമിഷങ്ങളിൽ അസാധ്യകാര്യങ്ങളുടെ മാതാവേ, അങ്ങയുടെ സഹായത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ താങ്ങും തണലുമായി ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. ഞങ്ങളുടെ ജീവിതത്തെ അനുകമ്പയോടെ നോക്കണമേ. ഞങ്ങളെ ബാധിക്കുന്ന എല്ലാ തിന്മയുടെ സാഹചര്യങ്ങളിലും എല്ലാ ദുഃഖകരമായ നിമിഷങ്ങളിലും അമ്മ ഇടപെടണമേ. പരിശുദ്ധ മാതാവേ, അസാധ്യകാര്യങ്ങളുടെ അമ്മേ, അത്ഭുതങ്ങൾ ചെയ്യുവാനുള്ള അമ്മയുടെ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു. അമ്മയ്ക്ക് മറികടക്കാൻ കഴിയാത്ത ഒരു തടസ്സവുമില്ലെന്ന് ഞങ്ങൾക്കറിയാം. അമ്മയ്ക്ക് ആശ്വാസം നൽകാൻ കഴിയാത്ത ഒരു കഷ്ടപ്പാടുമില്ല. അമ്മയുടെ അനന്തമായ നന്മയാൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള കൃപകൾ നൽകണമേ. അമ്മയുടെ ദിവ്യപുത്രനോടൊപ്പം അമ്മ ഞങ്ങളുടെ അഭിഭാഷകയായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കും വേണ്ടി അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ. കൃപാസനം പ്രസാദപര മാതാവേ, ഞങ്ങളുടെ വിശ്വാസത്തെ പുതുക്കണമേ. പ്രതികൂല സാഹചര്യങ്ങളിൽ ശാന്തത നിലനിർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അമ്മയുടെ മാതൃപരിചരണത്തിൽ നിശ്ചയദാർഢ്യത്തോടെയും ശുഭാപ്തി വിശ്വാസത്തോടെയും പരീക്ഷണങ്ങളെ നേരിടുവാനുള്ള ധൈര്യം കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാമ്മേ, ശരീരത്തിലും ആത്മാവിലും കഷ്ടപ്പെടുന്ന രോഗികൾക്കും നിസ്സഹായർക്കും വേണ്ടി ഏറ്റവും ആവശ്യമുള്ളവർക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. അമ്മ അവരുടെ മേൽ കരുണയുള്ള കരങ്ങൾ നീട്ടണമേ. അവർ വളരെയധികം ആഗ്രഹിക്കുന്ന ആശ്വാസവും രോഗശാന്തിയും അവർക്ക് പ്രദാനം ചെയ്യണമേ. അമ്മയുടെ മധ്യസ്ഥത എല്ലാ ദുരിതബാധിതർക്കും ആശ്വാസത്തിന്റെയും പുനഃസ്ഥാപനത്തിന്റെയും ഉറവിടമാകട്ടെ. കൃപാസനം പ്രസാദപര മാതാവേ, എന്റെ പ്രാർത്ഥന കേട്ടതിനും എന്റെ ജീവിതത്തിൽ അമ്മയുടെ നിരന്തരമായ സാന്നിധ്യത്തിനും ഞാൻ നന്ദി പറയുന്നു. അമ്മയുടെ മാതൃ സംരക്ഷണത്തിന് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയും അമ്മയിൽ അചഞ്ചലമായ വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്നു. വിശുദ്ധി അന്വേഷിക്കുവാനും ദൈവഹിതത്തിനനുസൃതമായി ജീവിക്കുവാനും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ. ഞങ്ങൾ പോകുന്നിടത്തെല്ലാം അമ്മയുടെ ഭക്തിയും സ്നേഹവും പ്രചരിപ്പിക്കുന്ന മക്കളാക്കി മാറ്റണമേ. അമ്മയുടെ അത്ഭുതങ്ങളുടെ ജീവിക്കുന്ന സാക്ഷികളാക്കി ഞങ്ങളെ മാറ്റണമേ. അമ്മ ഞങ്ങളെ പഠിപ്പിക്കുന്ന നിരുപാധികമായ സ്നേഹത്തിന്റെ മാതൃക പിന്തുടർന്ന് മറ്റുള്ളവരോടുള്ള
കരുണയുടെയും സ്നേഹത്തിന്റെയും ഉദാരമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ. കൃപാസനം പ്രസാദപര മാതാവേ, എന്റെ ഈ പ്രാർത്ഥനയിലൂടെ ഞാൻ അപേക്ഷിക്കുന്ന എന്റെ യാചനകൾ എന്റെ ആത്മാവിന്റെ നന്മയ്ക്കും ദൈവത്തിന്റെ മഹത്വത്തിനും വേണ്ടിയാണെങ്കിൽ എനിക്ക് വളരെയധികം ആവശ്യമുള്ള കൃപകൾ വാങ്ങിത്തരണമേ. പ്രത്യേകിച്ച് പരീക്ഷണ സമയങ്ങളിൽ എന്റെ വിശ്വാസവും പ്രത്യാശയും പ്രതീക്ഷയും ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്കായി അങ്ങേ പുത്രനോട് മാധ്യസ്ഥം വഹിക്കണമേ. ഞാൻ താഴ്മയോടെ ദൈവഹിതം സ്വീകരിക്കുകയും അമ്മയുടെ സ്നേഹ സാന്നിധ്യത്തിൽ ആശ്വാസം കണ്ടെത്തുകയും ചെയ്യട്ടെ. ഓ പ്രിയ അമ്മേ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുവാനും സംരക്ഷിക്കുവാനും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ സ്നേഹത്തിന്റെ മേലങ്കിയാൽ ഞങ്ങളെ പൊതിഞ്ഞ എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധങ്ങളെ ശക്തിപ്പെടുത്തുകയും വിശ്വാസത്തിലും ദൈവസ്നേഹത്തിലും വളരുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. എൻ്റെ കുടുംബത്തിലെ ഓരോ അംഗവും ആരോഗ്യവും സമാധാനവും സമൃദ്ധിയും കൊണ്ട് അനുഗ്രഹിക്കപ്പെടട്ടെ. പരിശുദ്ധ മാതാവേ, അമ്മയുടെ ഭക്തി ലോകമെമ്പാടും അറിയപ്പെടട്ടെ. അമ്മയുടെ പേര് തീക്ഷ്ണതയോടെ വിളിക്കപ്പെടട്ടെ. അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയ്ക്കും ചരിത്രത്തിലുടനീളം അമ്മ ചെയ്ത എണ്ണമറ്റ അത്ഭുതങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. കൂടുതൽ ആളുകൾക്ക് അമ്മയുടെ അത്ഭുതങ്ങൾ അനുഭവിക്കുവാനും അമ്മയുടെ മാതൃസ്നേഹം അനുഭവിക്കുവാനും അമ്മയുടെ ഭക്തി പ്രചരിപ്പിക്കുവാനും അമ്മയുടെ നന്മയെ സ്തുതിക്കുവാനുമുള്ള ഞങ്ങളുടെ പ്രതിബദ്ധതയെ പുതുക്കണമേ. പരിശുദ്ധ മാതാവേ, അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞാൻ വിശ്വസിക്കുകയും അമ്മയിൽ ഞങ്ങളുടെ പ്രതീക്ഷകൾ അർപ്പിക്കുകയും ചെയ്യുന്നു. എൻ്റെ പ്രാർത്ഥന കേട്ടതിനും എപ്പോഴും എൻ്റെ അരികിൽ നിന്നതിനും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അമ്മയുടെ സഹായത്താൽ ഒന്നും അസാധ്യമല്ല എന്ന ആത്മവിശ്വാസത്തോടെ എൻ്റെ സ്വർഗീയ മാതാവെന്ന നിലയിൽ ഞാൻ അമ്മയെ എപ്പോഴും സ്തുതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യട്ടെ. കൃപാസനം പ്രസാദപര മാതാവേ, ഞങ്ങളെല്ലാവരെയും അമ്മയുടെ പുണ്യ കവചത്തിന് കീഴിൽ ഞങ്ങളെ സംരക്ഷിക്കുകയും ഞങ്ങൾക്ക് അമ്മയുടെ സമൃദ്ധമായ അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ സാന്നിധ്യത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഞങ്ങൾ ഐക്യത്തിലും സന്തോഷത്തിലും ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധങ്ങളെ ശക്തിപ്പെടുത്തണമേ. അമ്മയുടെ നിരന്തരമായ മധ്യസ്ഥതയ്ക്കും എൻ്റെ ജീവിതത്തിൽ അമ്മ ഇതിനകം ചെയ്ത എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും അത്ഭുതങ്ങൾക്കും നന്ദി പറയുന്നു. പരിശുദ്ധ മാതാവേ, ഞാൻ എൻ്റെ ഭക്തി പുതുക്കുകയും എല്ലാ സാഹചര്യങ്ങളിലും അമ്മയെ ബഹുമാനിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. സഹായം തേടുന്ന എല്ലാവർക്കും പ്രത്യാശയും ആശ്വാസവും നൽകുന്ന അമ്മയുടെ നാമം ഭക്തിയും എന്നും പ്രചരിക്കട്ടെ. പരിശുദ്ധ മാതാവേ, അമ്മയുടെ ശക്തമായ മാധ്യസ്ഥത്തിൽ ഞാൻ വിശ്വസിക്കുകയും അമ്മയിൽ ആശ്രയിക്കുകയും ചെയ്യുന്നു. എന്നെയും എൻ്റെ ഭവനത്തെയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ ഭൗമിക യാത്രയിൽ ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. എല്ലാ സാധ്യതകളും ശാശ്വതമായ യാഥാർത്ഥ്യങ്ങളാക്കി മാറ്റണമേ. ദൈവവുമായുള്ള പർദീസയിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. അസാധ്യകാര്യങ്ങളുടെ മാതാവേ, അമ്മയുടെ പ്രതിച്ഛായയ്ക്ക് മുൻപിൽ അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ആത്മവിശ്വാസത്തോടെ ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ ഭവനത്തെയും പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ആഗ്രഹങ്ങളോടും പ്രാർത്ഥനകളോടും കൂടി സമർപ്പിക്കുന്നു. എല്ലാ കൃപകളുടെയും മാതാവും നിരാശരായവരുടെ പ്രതീക്ഷയുമായ അങ്ങ് എൻ്റെയും എൻ്റെ ഭവനത്തിൻ്റെയും സഹായത്തിനായി കടന്നു വരേണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ എല്ലാവരുടെയും മേൽ അമ്മയുടെ മാതൃകൈ നീട്ടുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. നിരാശയുടെയും നിസ്സഹായയുടെയും സമയങ്ങളിൽ ഞാൻ അമ്മയുടെ സാന്നിധ്യത്തിൽ ആശ്വാസം കണ്ടെത്തട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും ആശ്വാസവും എപ്പോഴും ഉണ്ടാകണമേ. കൃപാസനം പ്രസാദപര മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാത്തതായി തോന്നുമ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങയെ സംബന്ധിച്ചിടത്തോളം ഒന്നും അസാധ്യമല്ലെന്നും എല്ലാം ദൈവത്തിന് സാധ്യമാണെന്നും വിശ്വസിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ. അങ്ങനെ ഞങ്ങൾ പരീക്ഷണ സമയത്ത് സഹിച്ചു നിൽക്കുവാനും അമ്മ ഞങ്ങളോടൊപ്പം ഉണ്ടെന്ന ഉറപ്പിൽ ആശ്വാസം കണ്ടെത്തുവാനും ഇടയാകട്ടെ. പരിശുദ്ധ മാതാവേ, എൻ്റെ ജീവിതത്തിലെ അമ്മയുടെ മാതൃസാന്നിധ്യത്തിനും അമ്മയുടെ ഇടവിടാത്ത മധ്യസ്ഥതയ്ക്കും നന്ദി പറയുന്നു. ഏറ്റവും നിരാശജനകമായ നിമിഷങ്ങളിൽ പോലും അമ്മ ഞങ്ങളെ കൈവിട്ടിട്ടില്ലെന്ന് എനിക്കറിയാം. എൻ്റെ ജീവിതം അമ്മയുടെ സ്നേഹത്തിൻ്റെയും
കാരുണ്യത്തിന്റെയും ജീവിക്കുന്ന സാക്ഷ്യമാക്കി മാറ്റണമേ. അതുവഴി മറ്റുള്ളവർ അമ്മയുടെ മാധ്യസ്ഥത്തിന്റെ കൃപ അറിയുകയും അനുഭവിക്കുകയും ചെയ്യട്ടെ. ഓ പ്രിയ അമ്മേ, എന്റെ എല്ലാ ഉത്കണ്ഠകളും ആഗ്രഹങ്ങളും അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ എല്ലാ ദിവസവും എന്നെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് തുടരണമേ. അമ്മയുടെ മാതൃസംരക്ഷണത്തിന് കീഴിൽ ഞാനും എൻ്റെ ഭവനവും പ്രിയപ്പെട്ടവരും സ്നേഹത്തിലും വിശുദ്ധിയിലും ദൈവഹിതം അന്വേഷിക്കുന്നവരാക്കി മാറ്റണമേ. പരിശുദ്ധ മാതാവേ, അമ്മയുടെ സാന്നിധ്യം, സംരക്ഷണം, മാധ്യസ്ഥം എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. കൃപാസനം പ്രസാദപര മാതാവേ, ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനകളും ആമേനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത്. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. നന്ദി.